മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് കണ്ണനും മഹാലക്ഷ്മിയും കുറച്ച് ആശ്വാസം കിട്ടാനായിട്ട് തന്നെ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് അവരാണെങ്കിൽ സ്വയം മറന്ന് ആസ്വദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ലേഖയും അനന്തവും അവർക്ക് ഓരോ സർപ്രൈസുകളും കൊടുക്കുന്നു. മേഘനാഥനാണെങ്കിൽ അവർക്കൊരു ഭീഷണിയായിട്ട് അതേ റിസോർട്ടിൽ തന്നെ. എന്തായാലും പ്രതാപനും മുത്തശ്ശിയും കരുണയെക്കുറിച്ച് ആലോചിച്ച് ആകെ വിഷമത്തിലാണ്. അങ്ങനെ കളിയും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും ലേഖയും അനന്തവും തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ വരികയാണ്. മേഘനാഥനാവട്ടെ ഈ സമയം അവരുടെ കൺമുന്നിലൂടെ തന്നെ ചുറ്റിക്കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ കണ്ണനെയും മഹാലക്ഷ്മിയെയും അവൻ കാണുന്നില്ല. എന്തായാലും ഫുൾ ഫിറ്റായിട്ടാണ് മേഘനാഥൻ പുറത്തേക്കൊക്കെ പോകുന്നത്. അങ്ങനെ തിരിച്ചെത്തുന്ന മഹിയെയും കണ്ണനെയും ഞെട്ടിച്ചുകൊണ്ടാണ് അനന്തവിൻ്റെയും ലേഖയുടെയും കിടിലൻ സർപ്രൈസ്. അതായത് അവരുടെ ആ ഒരു റൂം ശരിക്കും ഒരു മണിയറ പോലെ അലങ്കരിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ കണ്ണനും മഹിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത് വലിയൊരു സർപ്രൈസായി പോയല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നേരത്തെ വിട്ടത്. ഇനിയാണ് ഇവിടെ വെച്ചാണ് നിങ്ങളുടെ ആദ്യ രാത്രി. എന്തായാലും അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനും മഹിക്കും നാണമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലടാ ഇതുപോലൊരു ദിവസം, അപ്പോൾ അത് കുറച്ച് സ്പെഷ്യൽ ആവണ്ടേ, ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ എല്ലാടാ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലേഖയും അനന്തവും ചേർന്ന് കണ്ണനെയും മഹാലക്ഷ്മിയെയും കൂടിയിട്ട് റെഡി ആവാനൊക്കെ ആയിട്ട് പറയുകയാണ്. മഹിയെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരാമെന്നൊക്കെ ലേഖ പറയുന്നു. അങ്ങനെ ലേഖ പറയുന്നുണ്ട്, എന്തായാലും ഈ നിമിഷങ്ങളൊക്കെ തന്നെ ഫോണിലൂടെ നമുക്ക് ഫോട്ടോ എടുത്ത് വയ്ക്കാം, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും അലങ്കരിച്ച ആ ഒരു ബെഡിലിരുത്തിക്കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആഘോഷിക്കേണ്ട ദിവസം തന്നെയാണ്, ദൈവം നിങ്ങൾക്കായി തന്ന ദിവസം എന്നൊക്കെ അനന്ത് പറയുന്നു. അങ്ങനെ കണ്ണനെയാണെങ്കിൽ അനന്തു ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ മഹിയെയും കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ലേഖയും പോകുന്നു. അതിനുശേഷം എല്ലാ മുറകളോട് കൂടിയിട്ട് ആ ഒരു ആദ്യരാത്രി നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയെ പുതുപ്പെട്ടെന്നുള്ള രീതിയിൽ ലേഖ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് പാലും. എന്തായാലും ഇത് നിങ്ങളുടെ മുഹൂർത്തമാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലേഖയും അനന്തവും ചേർന്ന് അവരെ റൂമിൽ തനിച്ചാക്കിയിട്ട് പോവുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ മഹിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ജീവിത മുഹൂർത്തങ്ങളാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കണ്ണേട്ടൻ നടന്നപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. ഇനി എനിക്ക് ഒരു സന്തോഷമല്ല അതിന് മേലെ എന്നൊക്കെ പറയുകയാണ്. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാളും കിടക്കുകയാണ്. എന്തായാലും ഈ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്ത് ആ കാര്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മേഘനാഥനാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ കാർ ഓടിച്ച് റിസോർട്ടിൻ്റെ മുറ്റത്തേക്ക് വന്ന് ഇറങ്ങുകയാണ്. അവനാണെങ്കിൽ ഒന്ന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഇടയിലൂടെ ബാർക്കോയെയും കണ്ണനെയൊക്കെ തന്നെ ചീത്ത മക്കളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസോർട്ടിൻ്റെ മാനേജർ പറയുകയാണ്, ഇയാൾക്ക് ഇതിൻ്റെ കേടാണ്, ഈ കുടിച്ച് ബോധമില്ലാതെയൊക്കെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ശരിയാകും, അയ്യോ സാറേ അയാൾ വീണു പോകുന്നു, അയാളെ വീണ കണക്കായിപ്പോയി, അവിടെ കിടന്ന് നിരങ്ങി എങ്ങനെയൊക്കെ റൂമിലേക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം മേഘനാഥനെ സഹായിക്കാനായിട്ട് അയാൾ പോകുന്നുണ്ടെങ്കിലും മേഘം പറയുകയാണ്, എന്നെ ആരും സഹായിക്കേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് അറിയും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തട്ടിമാറ്റിയിട്ട് ആടി പോകുന്നുണ്ട്. എന്തായാലും മേഘനാഥനാണെങ്കിൽ ആ ഒരു പോക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ മാനേജർ പറയുകയാണ്, ഇനിയിപ്പോൾ ഇയാളുടെ റൂമിലേക്ക് തന്നെ ആയിരിക്കുമ്പോൾ പോവുക, അതോ മറ്റേതെങ്കിലും റൂമിൽ പോയി തുറക്കുമോ, എന്തോ പേടിയാവുന്നു, ഒരു കാര്യം ചെയ്യേ, നീ കൂടി പുറകെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരുത്തനെ വിട്ടയക്കുന്നുണ്ട്. എന്തായാലും മേഘൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡോറുകളും പോയി തട്ടുന്നുണ്ട് കേട്ടോ. അതായത് കണ്ണനും മഹാലക്ഷ്മിയും ഇരിക്കുന്ന ആ റൂം ഒഴികെ ബാക്കി എല്ലാ റൂമും പോയി തട്ടാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം അയാളാണെങ്കിൽ സാറേ അതൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ ആരാടാ എന്നൊക്കെ ചോദിച്ച് അയാൾക്ക് നേരെ മെക്കിട്ട് കയറുന്നുണ്ട് നമ്മുടെ മേഘൻ. അങ്ങനെ കണ്ണനും മഹിയും കിടന്നതിന് ശേഷം അവർ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ. എന്തായാലും ഇനി വൈകിക്കേണ്ട നമുക്ക് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്താണ് മേഘനാഥനാണെങ്കിൽ അവരുടെ റൂം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നത്. എന്തായാലും തട്ടാനായിട്ട് പോകുമ്പോഴേക്കും, ഡോറിൽ മുട്ടാനായിട്ട് പോകുമ്പോഴേക്കും അയാൾ ഓടിയെത്തിയിട്ട് പറയുന്നത്, സാറേ വേണ്ട, ഇതല്ല സാറിൻ്റെ റൂം, അപ്പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് മേഘനയെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും മേഘനാണെങ്കിൽ ആ റൂം തുറന്ന്, അതായത് സ്വന്തം റൂം തുറന്ന് ഒരൊറ്റ വീഴ്ചയാണ്. അത്രയ്ക്ക് ബോധമില്ലാത്ത രീതിക്കാണ് മേഘൻ വരുന്നത്. അങ്ങനെ മേഘനാണെങ്കിൽ ആകെ അവശ നിലയിലാണ്. കാരണം കുടിച്ച് ബോധമില്ലാതെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്.
അങ്ങനെ മാർക്കോയാണെങ്കിൽ അമ്മയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയണം, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇനിയിപ്പോൾ അവർക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല, ഒരു ആപത്തും കൂടാതെ അവർ പുതിയ ജീവിതം തുടങ്ങുകയും അവർ തിരിച്ചെത്തുകയും എന്നൊക്കെ പറയണം. എന്തായാലും കരുണയ്ക്കാണെങ്കിൽ ഈ ഒരു മൂന്നാർ ട്രിപ്പൊക്കെ ആലോചിച്ച് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാരണം മഹി ഒരു തരത്തിലും സന്തോഷിക്കുന്നത് അവൾക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.